ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഒരു സൂപ്പർ വുമൺ ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ട കുറച്ച് ശീലങ്ങളാണ് കേട്ടോ. എനിക്ക് മുതിർന്ന ആൾക്കാർ പറഞ്ഞു തന്നതും പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച് വിജയിച്ച കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ഏകദേശം 16ഓളം പോയിന്റ്സ് ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ഉറക്കം കറക്റ്റായിട്ട് ക്രമീകരിച്ച് നമ്മൾ ഏർലി വേക്കപ്പ് അല്ലെങ്കിൽ രാവിലത്തെ ഉറക്കം എഴുന്നേറ്റിട്ടുള്ള കുറച്ച് സമയം നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. കൂടുതൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു റുട്ടീനും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി നിങ്ങൾ നേരത്തെ തന്നെ കിടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും അതുപോലെ തന്നെ ഉറക്കം എഴുന്നേൽക്കാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്മൈലിംഗ് ആണ്, അതായത് ചിരിക്കുക. പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, എപ്പോൾ നോക്കിയാലും അവരിങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടി എന്തോ ഒരു വലിയൊരു ടെൻഷൻ പോലെ നമുക്ക് തന്നെ അവരെ കാണുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ തോന്നും അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ താടിയെല്ലുകളിലെ മുഖത്തെയൊക്കെ പേശികളൊക്കെ ഒന്ന് വലിയുകയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോവുകയും ബ്രെയിനിന് തന്നെ മനസ്സിലാവുകയും ചെയ്യും നമ്മൾ ഹാപ്പി ആണെന്നും നമ്മുടെ മൂഡ് തന്നെ മാറ്റാനായിട്ട് പറ്റുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ കാണുന്നതാണല്ലേ എല്ലാവർക്കും ഇഷ്ടം. നമ്മളെപ്പോഴും ഇങ്ങനെ ദുഃഖിതരായിട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വീർപ്പ് മുട്ടി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്ന കണ്ടാൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഡെയിലി റുട്ടീൻ നമുക്ക് എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചിലരാണെങ്കിൽ കണ്ടിട്ടില്ലേ, രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേക്കും, എപ്പോഴെങ്കിലുമൊക്കെ കിടന്നുറങ്ങും, എങ്ങനെയെങ്കിലുമൊക്കെ ജോലികൾ തീർക്കും. അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഒരു ഹോം മേക്കർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വുമണ് എന്തായാലും പ്ലാനിങ്ങോട് കൂടി തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിൽ നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സമയം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജോലിക്ക് പോവാത്ത സ്ത്രീകളാണെങ്കിൽ, അതായത് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ, വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങൾക്ക് ഹാപ്പിയാക്കി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ സമയം കൂടി മാനേജ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റും കൂടി ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കെയറിനുള്ള സമയം കിട്ടും, നിങ്ങളുടെ മറ്റ് ഹോബീസിൽ ഏർപ്പെടാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ അടുക്കള പണി ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് സമയം കിട്ടണം. എല്ലാ ദിവസവും നമുക്ക് 1 മണിക്കൂറെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയം മാറ്റി വെക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം വലുതായിട്ടൊന്നും ഇല്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റുട്ടീൻ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് സ്ട്രെസ്സ് കുറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ് ആണ്. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൗമ്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ എടുത്തടിച്ചതുപോലെ ഒരു മറുപടി പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ അങ്ങനെ നമ്മൾ കണ്ടുവരുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. എനിക്കും ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഞാനത് പതിയെ മാറ്റിക്കൊണ്ട് വന്നതാണ്. നമ്മൾ ഏതൊരു ആളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി കേൾക്കുക. അതുപോലെ തന്നെ ഓവർ റിയാക്ട് ചെയ്യാനായിട്ട് പോകരുത്. നമ്മൾ കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചും കണ്ട് മാത്രമേ മറുപടി പറയാനായിട്ട് പോകാൻ പാടുള്ളൂ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു അച്ചടക്കം പാലിക്കണം എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. അതായത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തടിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇപ്പോൾ നമ്മളോടാണ് ആരെങ്കിലും അങ്ങനെ കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരെന്ത് വന്ന്
എന്താണെന്ന് പറഞ്ഞാലും കുറച്ചൊന്ന് കാമായിട്ടിരുന്ന് കേട്ടിട്ട് അതിന് നമുക്ക് ഒരു നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണം. അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എപ്പോഴും വലിച്ചു വാരി സംസാരിക്കാതെ വളരെ കുറച്ച് സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായിട്ടും പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ തന്നെ നമ്മളെ അച്ചടക്കത്തോടു കൂടി വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി ഒരുപാട് അച്ചടക്കം പാലിക്കണമെന്നല്ല, ഒരുപാട് പാവമാവണമെന്നല്ല പറയുന്നത്. എന്നാലും ഒരു പരിധി വരെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോവുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബോൾഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്കൊരു ബോൾഡ്നെസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഒക്കെ നിങ്ങളൊരു ബോൾഡായിട്ടുള്ള ഒരു ലേഡി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും അവിടെ കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ബോൾഡായിരിക്കുമ്പോൾ. ഏത് കാര്യവും മനോധൈര്യത്തോടു കൂടി തന്നെ ഫേസ് ചെയ്യാനുള്ളൊരു ചങ്കുറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക്. അപ്പോഴാണ് നമ്മൾ എത്രത്തോളം ബോൾഡാണെന്ന് മനസ്സിലാവുന്നതല്ലേ. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും വേണ്ട, പാസ്റ്റിനെ പറ്റി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട, പ്രസന്റിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ബോൾഡായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബി ഓണസ്റ്റ്, ബി ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സത്യസന്ധതയൊക്കെ ആവാം. കുറച്ചൊന്നല്ല, ഞാനൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധതയുടെ അങ്ങേയറ്റത്തെ ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പണിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും എൻ്റെ അച്ഛൻ പണ്ട് എപ്പോഴും പറയുമായിരുന്നു, നേരും നെറിയോടും കൂടി നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സത്യസന്ധത ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ കള്ളം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൂഷ്യം പറയാനോ ഒന്നും നമ്മൾ പോകരുത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഗ്രാജുവലി നമ്മൾ കുറേ ലൈഫിൽ എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അതായത് നമുക്കറിയാൻ പറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണോ, അയാളൊരു നെഗറ്റീവായിട്ടൊരു കാര്യമാണോ പറഞ്ഞു വരുന്നതെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സാഹചര്യത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളോട് നെഗറ്റീവ് കാര്യമാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ റോങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പതിയെ മാറിപ്പോവാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വായിരിക്കുന്നത് മൊത്തം കേട്ടിട്ട് അന്നത്തെ ദിവസം മൊത്തവും വിഷമിച്ചിരിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് വേണ്ടത്. അതായത് അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ നമ്മളുടേതായ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആൾവേസ് എ ലേണർ. അതായത് നമ്മൾ എപ്പോഴും എന്ത് കാര്യവും ഒരു അനുഭവം ഉണ്ടായാൽ പോലും നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മളെപ്പോഴും പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസസ് ആയിരിക്കും, ഓരോ ആളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കണം. അത് നമ്മൾ മനസ്സിൽ തന്നെ വെച്ചേക്കണം. നമ്മളിപ്പോൾ മോശപ്പെട്ട ഒരാളാണെങ്കിലും നല്ലൊരാളുടെ കൂടെയാണ് നമ്മൾ ഇടപഴകുന്നതെങ്കിലും അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ കാണുമല്ലേ. ഈവൻ ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അനുഭവത്തേക്കാൾ വലിയൊരു ഗുരു വേറെ ഇല്ലെന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഒരു ലേണർ ആയിരിക്കുക. ഏതൊരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ അതിൻ്റെ പാഠം ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അതായത് നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങളിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അതിന് നിങ്ങൾക്ക് ജേർണൽ എഴുതാൻ പറ്റും. നമ്മുടെ ഈ ചാനലിൽ തന്നെ ജേർണൽ എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാനായിട്ട് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. എഴുതി തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അത് രാവിലെ വേണമെങ്കിൽ അല്ലെങ്കിൽ രാത്രികളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് താങ്ക്സ് പറയാം. നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് താങ്ക്സ് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഉള്ള മറ്റുള്ള ആൾക്കാരിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. നമുക്ക് കിട്ടിയ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷിക്കുക. അതുപോലെ തന്നെ നന്ദിയുള്ളവരായിരിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് തിങ്ക് ബിഫോർ സ്പീക്കിംഗ്. നമ്മൾ
ഏതൊരു കാര്യം സംസാരിക്കുന്നതിന് മുന്നേയും ഒന്ന് ചിന്തിക്കുക കേട്ടോ. ഞാനിതിന് മുന്നേ ഒരു പോയിന്റിൽ ഇത് സൂചിപ്പിച്ച കാര്യമാണ്. നമ്മൾ എടുത്തടിച്ചതുപോലെ അങ്ങനെ ആരോടും സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ ഈ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പല ബന്ധങ്ങളും എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ തെറ്റ് എൻ്റെ ഭാഗത്തല്ലായിരുന്നിട്ട് പോലും ശരി എൻ്റെ ഭാഗത്തായിരുന്ന സമയത്ത് പോലും എനിക്ക് സംസാരിച്ചത് കാരണം കൊണ്ട്, അതായത് ഒന്നും ചിന്തിക്കാതെ സംസാരിച്ച കാരണം കൊണ്ട് ആളുകൾ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെയധികം ചിന്തിച്ചും കണ്ടും മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. അത് ഒരു പരിധി വരെ നമ്മുടെ ദേഷ്യത്തെ കുറയ്ക്കുകയും ചെയ്യും. ദേഷ്യത്തോടു കൂടി നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫൈൻഡിങ് ഹാപ്പിനെസ് വിത്തിൻ യുവർ സെൽഫ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. നിങ്ങൾ ഒരു കാര്യവും അങ്ങനെ വയ്യ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ഹോം മേക്കർ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണെന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇഷ്ടമില്ലാതെയാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്ത് കാര്യമാണെങ്കിലും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ. എസ്പെഷ്യലി വീട്ടമ്മമാരോടാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, വീട്ടുജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് ആസ്വദിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ കാര്യവും നിങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലൊരു നല്ലൊരു മാറ്റം ഉണ്ടാവും. അടുത്ത കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്പീച്ചസ് കേൾക്കുകയും പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കുന്ന ആളാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ഏകദേശം ഒരു റീസെൻ്റായിട്ട് ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും കേൾക്കുന്നത്, ഇല്ലെങ്കിൽ ഓരോ വലിയ വലിയ ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസ് ആയിരിക്കും കേൾക്കുന്നത്, ഓട്ടോബയോഗ്രഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒരാളുടെ അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുന്നൊരു കാര്യം ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫായിട്ട് നമുക്കത് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും മോട്ടിവേഷണൽ സ്പീച്ചസ് കേൾക്കാനും അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ സമയം മാറ്റി വെക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എപ്പോഴും മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ എല്ലാം ഓപ്പണപ്പായിട്ട് പറയുന്ന ഒരു വ്യക്തിയായി മാറരുത്. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര തന്നെ നമുക്ക് അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവരിലൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അവരെ ഉൾപ്പെടുത്താതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറിയിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഏതൊരാളിനെയും സംസാരിക്കാനായിട്ട് പാടുള്ളൂ. നമ്മളാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ സങ്കടങ്ങൾ നമ്മളോട് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് ശ്രമിക്കാറില്ല അല്ലേ. നമുക്ക് പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളോട് ഒന്ന് ആശ്വാസ വാക്ക് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരോട് നമ്മളെല്ലാം ഓപ്പണപ്പായിട്ട് പറയും അല്ലേ. പക്ഷേ ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത്, അവരതൊക്കെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുമായിട്ടും നമ്മൾ നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി സ്ത്രീകൾ. കാരണം നമ്മൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ. പെട്ടെന്ന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ എല്ലാം വെട്ടിത്തുറന്നങ്ങ് പറയുമല്ലേ. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. നാളൊരു സമയത്ത് നിങ്ങൾ ഇതെല്ലാം മറന്ന് നിങ്ങളുടെ പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴേക്കായിരിക്കും ഈ പഴയ ആൾക്കാർ വന്നിട്ട്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്ന ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പഴയ കാര്യങ്ങൾ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അവർക്ക് നമ്മളോട് ആത്മാർത്ഥതയോ സ്നേഹമോ ഒന്നും ഉള്ളത് കൊണ്ടായിരുന്നില്ല നമ്മളോട് ഇത്രയും അടുപ്പം കാണിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കുക. ഈവൻ നമ്മുടെ പാർട്ട്ണറോട് കൂടിയാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു അകലത്തോടു കൂടി തന്നെ പെരുമാറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു സ്ത്രീയും ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സെൽഫ് ഏണിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ഒരു വീട്ടമ്മ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്ത് നിങ്ങളുടെ ഒരു ഏണിങ്സ് നിങ്ങളെപ്പോഴും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യാമല്ലേ. ഇപ്പോൾ കുറച്ച് നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ തുണിയുടെ ബിസിനസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് മസാല പൗഡറുകൾ ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനെ ഇഷ്ടം പോലെ ബിസിനസ്സുകൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ജുവൽ മേക്കിങ്സ്, അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ, അങ്ങനെ ഒത്തിരി ബിസിനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മ്യൂസിക് സ്കൂൾ തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നന്നായി വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സെയിലിന് വെക്കാം. അതൊക്കെ പുറത്ത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് വയ്ക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരാണ്, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ എടുക്കാം. കുട്ടികളെ ട്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് ഒരു സൈഡ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു ഏണിങ്സ് ഉണ്ടാകുക എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോഴും വീട്ടമ്മമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സൈഡിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഏണിങ്സ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നിപ്പോൾ സാധ്യതകൾ ഒരുപാടാണല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ബിസിനസ് ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പേര് ചേർന്നിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സെൽഫ് ഏണിങ്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചെറുതാണെങ്കിലും കുഴപ്പമില്ല, വളരെ ചെറുതാണെങ്കിലും നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് 1 രൂപയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിലെത്രത്തോളം നിങ്ങൾ ഹാപ്പി ആയിരിക്കും അല്ലേ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ ആയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ ഗുഡ് റീഡിങ് ഹാബിറ്റ്. ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ അതിലേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചത്. ശരിക്കും പുസ്തകങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അത് വേറൊരു മായാലോകം തന്നെയാണ്. ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സും അതിലെ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ ആ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു നോവലാണ് വായിക്കാൻ എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ ഒരു കഥയിലേക്ക് മുഴുകിയിരുന്ന് നമ്മൾ അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് അതായത് നമ്മുടെ സമയം നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കഥകളോ നോവലുകളോ തന്നെ വായിക്കണമെന്നില്ല, എല്ലാ തരത്തിലുള്ള ബുക്സുകളും വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് മോട്ടിവേഷണലായിട്ടുള്ള ബുക്സ് വായിക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന ബുക്കുകളൊക്കെ ഉണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അതൊക്കെ തിരഞ്ഞു പിടിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വായനാശീലം നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വായിക്കും തോറും നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷണാലിറ്റി കൂടുമെന്നാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ വായിക്കുക അത്രത്തോളം നമ്മുടെ ബ്രെയിന് ആക്റ്റീവായിരിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കൂടുതൽ സ്ക്രീൻ ടൈം ആണല്ലേ. അതായത് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യലും അല്ലെങ്കിൽ TV കാണലും ഒക്കെ ആണല്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് വായനയുടെ ലോകത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് തോന്നും. പേഴ്സണലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ വായിക്കാനെടുക്കുന്ന ബുക്ക് എന്ത് തരത്തിലുള്ളതോ ആയിക്കോട്ടെ, തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ബുക്കുകളായിരിക്കും വായിക്കാൻ പറ്റുന്നത്. പക്ഷേ പിന്നെ നിങ്ങൾ അതിലേക്ക് ഒരു അഡിക്ഷനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ലോകത്തേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബുക്സ് വായിക്കാനായിട്ട് ട്രൈ ചെയ്യാട്ടോ. ഞാൻ ഒരുപാടൊന്നും വായിക്കുന്ന ഒരാളൊന്നും അല്ല. റീസെൻ്റ് ആയിട്ടാണ് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കഴിഞ്ഞ
വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ കൊച്ചു കൊച്ചു നോവലുകളാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചു കൊച്ചു ചെറിയ ബുക്സാണ് വായിക്കുന്നത്. ഞാനിപ്പോൾ ഇസ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും എടുത്തു വെച്ചിട്ട് ഒരു 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ പണികളും വീഡിയോ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് കിട്ടുന്നത്. ഞാൻ ഡെയിലി ഒരു പേജൊക്കെ ആയിരിക്കുള്ളൂ വായിക്കുന്നത്. ചിലപ്പോൾ ചില നോവലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നേരം വേണ്ടി വരത്തില്ല. കാരണം ആ ഒരു ഫ്ലോയിൽ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോരും. അപ്പം ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നോവലുകളാണ്. 3 നോവലുകളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, പിന്നെ ഒന്ന് റാം കെയർ ഓഫ് ആനന്ദി, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ചു തീർത്തിട്ടുള്ള ഖദീജ. ഈ 3 ബുക്കിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ അറിയാതെ ആ ക്യാരക്ടേഴ്സിനെയും ആ സിറ്റുവേഷൻസിനെയൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ വായിക്കാനായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കുന്നവരായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജോണറിലുള്ളൊരു ബുക്ക് നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ വായനാശീലം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്, ഈ 16 കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സമയത്തിന് ഭക്ഷണം കഴിക്കുക, പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, പിന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സ്കിന്നിനോ ഹെയറിനോ ഒക്കെ വേണ്ടി എന്തെങ്കിലും ഒരു പാക്ക് ഇടുക. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലാണ് നിങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നത്. നിങ്ങൾ പുറമെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ നല്ല മേക്കപ്പ് ഇട്ട് നടന്ന് നിങ്ങൾ ഭയങ്കര വൃത്തിയായിട്ട് നല്ല സുന്ദരിയായിട്ട് നടന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും വില തരത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കളറിലോ അല്ലെങ്കിൽ പുറമേയുള്ള പുറമോടിയിലോ ഒന്നും അല്ല കാര്യം. അതും നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ക്യാരക്ടറും കൂടി ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ചിലർക്ക് അതൊരു ബ്ലെസ്സിങ് ആണ്. കുടുംബത്തിൽ നിന്ന് തന്നെ തുടക്കത്തിലേ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടും പറഞ്ഞും അറിഞ്ഞും ഒക്കെ നമ്മളെ മാറ്റിയെടുക്കും. ചിലർക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സ്റ്റേജിൽ പഠിക്കുമല്ലേ. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ദേഷ്യമാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് മുതൽ നിങ്ങൾക്ക് മാറ്റി തുടങ്ങാം. അത് പെട്ടെന്നൊന്നും പറ്റത്തില്ല. കുറേശ്ശെ മാത്രമേ നമുക്ക് ആ ഒരു ശീലം നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവും. നിങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോകത്തില്ല. ഒരു സൂപ്പർ വുമണായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതെല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. എനിക്കും ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങളിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് ഈ എല്ലാ ക്വാളിറ്റീസും എനിക്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചുറ്റുമുള്ളവരാണ് പറയേണ്ടതല്ലേ. എനിക്ക് ചുറ്റുമുള്ളവരാണ് അത് പറയേണ്ടത്. എൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോയിൻറ്റ്സുകളിലുണ്ട്. അപ്പം നിങ്ങൾക്കും ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള പോയിൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് ഇനിയും പോയിൻറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക, മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു ചാനൽ എത്തും. പിന്നെ ഇന്ന് ഞാൻ രാവിലെ തന്നെ നമ്മുടെ ടെറസിലെ ഗാർഡനിൽ ക്ലീനിങ് മൊത്തത്തിൽ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടിയൊക്കെ ക്ലീനിങ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ബാലൻസ് ഉള്ള ക്ലീനിങ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബാൽക്കണിയിലിരിക്കുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് പോട്ടൊക്കെ ഒന്ന് റീപോട്ടിങ് ചെയ്തിട്ടുണ്ട്. 10 മണി ചെടികളൊക്കെ അതിൽ നിന്ന് ഒടിച്ചു മാറ്റിയിട്ട് പുതിയ ചെടികളൊക്കെ
കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ 6 മാസത്തിലൊരിക്കലും ഇങ്ങനെ ബാൽക്കണിയിലും ടെറസിലൊക്കെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. വളരെ കുറച്ച് ചെടികൾ മാത്രമാണ് എനിക്കുള്ളത്, എന്നാലും ഉള്ളത് ഞാനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ജോലികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ബുക്സ് വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ പേജൊക്കെയാണ് വായിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻഡസ് വാലിയുടെ ഒരു അയണിലുള്ള ഫ്രൈ പാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഞാനും യൂട്യൂബിൽ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീലിലുള്ള കടായിയാണ് മേടിച്ചത്. ഇത് 29 സെൻറ്റിമീറ്ററിൻ്റെതാണ്. ഏകദേശം ഒരു 1500 പുറത്തായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് റേറ്റ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് എനിക്ക് പൈസ കൊടുത്ത് മേടിച്ചു തന്നിട്ടുള്ളതാണ്, പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഒന്നും കൂടി റിവ്യൂ പറയാം. അപ്പോൾ എന്തായാലും സാധനം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷനിലും ഒക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ്. അടി കട്ടിയുള്ള നല്ല വലിയൊരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും വലിയൊരു പാത്രം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ചിക്കനൊക്കെ വെക്കാനോ അല്ലെങ്കിൽ നോൺ വെജൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി പാത്രമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ ഇത് സ്റ്റീലിലുള്ള കടായിയാണ്. അപ്പോൾ അതിന് ലിഡൊക്കെ വരുന്നുണ്ട്. കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് തന്നെ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ആമിക്കുള്ള കുറച്ച് ഓട്സ് ലഡുവും കൂടി ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്, അവൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേയിലത്തേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.